നമസ്കാരം, എന്റെ പേര് ഐശ്വര്യ. എല്ലാവർക്കും ഐശ്വര്യം ഈ ഓണം എന്ന ഓണം സീരീസിലേക്ക് സ്വാഗതം. അങ്ങനെ 2024 ഓണക്കാലം വന്നിരിക്കുകയാണ്. ഓണക്കാലം വരുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഐശ്വര്യം ഈ ഓണം എന്ന ഓണം സീരീസ് ആയിട്ട് വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഓണം സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോ നമുക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാനലിൽ ഒത്തിരി പുതിയ ഫാമിലി മെമ്പേഴ്സ് ആഡ് ആയിട്ടുണ്ട് ആഷ് ഫാമിലിക്ക്. അപ്പോ എന്താ പറയാ, നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു 10 ദിവസമാണ് നമ്മൾ വീഡിയോ യൂഷ്വലി ഇടാറുള്ളത്. 10 ദിവസം കണ്ടിന്യൂസ്ലി ബാക്ക് ടു ബാക്ക് ലോങ് വീഡിയോസ് ഉണ്ടാവും ആൻഡ് ഓൾസോ ഷോർട്സും റീൽസും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡെഫിനറ്റ് ആയിട്ടും ഫോളോ ചെയ്യാൻ മറന്നുകൊണ്ട് ബ്ലഷ്പിതാഷ് എന്ന അക്കൗണ്ട് നെയിം ആൻഡ് ഓൾസോ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം സീരീസിൽ നമ്മൾ 10 നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കോണ്ടന്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ആ ഒരു എക്സ്പെക്ടേഷനോടെയാണ് ഞാനിത് പല പല കോണ്ടന്റുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് നമ്മളെപ്പോഴും എല്ലാ പ്രാവശ്യവും നമ്മൾ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ 1-2 വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എന്താവാറാണ് പതിവ് യൂഷ്വലി ഇങ്ങനെ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് ലേറ്റ് ആവാണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആദ്യം തന്നെ നമ്മൾ ഈ ഷോപ്പിംഗ് റിലേറ്റഡ് ഉള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. സോ നമുക്കറിയാം ഇന്നത്തെ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ഇസ് ആമസോൺ ബ്ലൗസ് ഫൈൻസ് ഫോർ ഓണമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പൊ ഈ പ്രാവശ്യത്തെ ആമസോൺ ബ്ലൗസ് ഫൈൻസിന്റെ അകത്ത് ഞാൻ പല കാറ്റഗറിയിലുള്ള പ്രൈസ് റേഞ്ചസിലുള്ള ബ്ലൗസസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ അഫോർഡബിളും ആൻഡ് ഓൾസോ ഒരു ഇച്ചിരി, അതായത് ഒരു 1000 റുപ്പീസിന്റെ അങ്ങോട്ടേക്ക് ആ ഒരു 500, 600, 700, 800 ആ റേഞ്ച് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ 500 ഉള്ളിലല്ല. ബിക്കോസ് കുറെ ബ്ലൗസസ് ഒക്കെ എനിക്ക് അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു അസറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് പല പല പ്രൈസ് റേഞ്ചസിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഫെസ്റ്റീവ് കോണ്ടന്റിനൊക്കെ പറ്റിയ, അല്ലെങ്കിൽ ഫെസ്റ്റീവ് ടൈമിന് ഫെസ്റ്റീവ് ടൈമിന് വേണ്ടി പറ്റിയ പല ബ്ലൗസസും എനിക്ക് ഈ പ്രാവശ്യം ആമസോണിൽ കിട്ടിട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പല റേഞ്ചസിലുള്ളതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചത്. സോ ഞാൻ ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള ഗ്രീൻ ബ്ലൗസ് ആണ്. ഇത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന്റെ നെക്ക് വന്നേക്കുന്നത് നമ്മുടെ ബോട്ടിൽ നെക്ക് മാതിരിയാണ്. ബോട്ടിൽ നെക്കിന്റെ മേലെ ബോട്ടിൽ നെക്കിന്റെ അവിടെ ഇങ്ങനെ നല്ല എംബ്രോയിഡറിയും ചെറിയ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. ആ വർക്ക് തന്നെ സ്ലീവിൽ വന്നിട്ടുണ്ട്. 3/4 സ്ലീവ്, എൽബോ സ്ലീവ് ആണ്. ആൻഡ് ഓൾസോ ഈ ബ്ലൗസിന്റെ ഈ അടിഭാഗത്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ഇതിന് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾസോ ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ് ഉണ്ട് ആൻഡ് അതിന്റെ കൂടെ തന്നെ ഇത് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ക്ലോസ്ഡ് നെക്ക് ആണ്. അപ്പൊ ക്ലോസ്ഡ് നെക്ക് ബ്ലൗസസ് ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ്. ആൻഡ് ക്വാളിറ്റി ഭയങ്കര നല്ലതാണ്. ഭയങ്കര ഭംഗിയുള്ള ഗ്രീൻ. ഈ ഗ്രീൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര എടുത്തെടുത്ത് നിൽക്കണ മാതിരി തോന്നിട്ടോ. എനിക്ക് മൊത്തത്തിൽ ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് അതായത് പാവാട ബ്ലൗസിന്റെ കൂടെയുള്ള ബ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ബിക്കോസ് ഇതിന്റെ പ്രിൻസസ് കട്ട് വരുന്നത് കൊണ്ട് നമുക്കിത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് സെറ്റ് സാരി അല്ല, നമ്മൾ ഈ ഓഫ് വൈറ്റ് സ്കേർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളർഡ് റെഡ് സ്കേർട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കേർട്ടോ ഒക്കെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി ഭംഗിയുള്ള ഒരു ബ്ലൗസ് ആണ്. ബിക്കോസ് ഇതിന് ആവശ്യത്തിന് ലെങ്ത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. സോ സാരി ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇത് നമുക്ക് ഹാഫ് സാരി അല്ല സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസ് ആണ് കേട്ടോ. ഈ ബ്ലൗസ് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും 798 റുപ്പീസ് ആണ് ഈ ഒരു ബ്ലൗസിന് കാണിച്ചത്. ആൻഡ് ഓൾസോ ഇതിന് പല കളർ റേഞ്ചസ് ഉണ്ട് കേട്ടോ. അതായത് മെറൂൺ ഉണ്ട്, പിങ്ക് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, ആൻഡ് ഓൾസോ ഡാർക്ക് ബ്ലൂ ഉണ്ട്. ഇപ്പൊ ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ആണ്. വളരെ കംഫർട്ടബിൾ ആണ്. നല്ല സൈസും ആണ്. എന്റെ സൈസ് വന്നിട്ട് 36 ആണ് ഞാൻ എടുത്തേക്കുന്നത്. ആൻഡ് എനിക്ക് സ്ലീവിന്റെ അവിടെ മാത്രം ഒരു ഇച്ചിരി ഒരു ചെറുതായിട്ട് നമുക്കത് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഏത് കളർ എടുത്തു കഴിഞ്ഞാലും അടിപൊളിയാണ്. ആൻഡ് ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് 36 ആണ്. 36 എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ഇപ്പോഴത്തെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ സ്ലീവ് ഒരു ഇച്ചിരി ലൂസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ ബോഡിന്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ. അപ്പൊ ചെറുതായിട്ടൊന്നൊരു 1/2 ഇഞ്ച് പോലും അടിക്കണ്ട, ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ഭയങ്കര ഭംഗിയാണ്. നല്ല മെറ്റീരിയൽ, നല്ല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഈ ഒരു റേഞ്ചിന് എനിക്ക് ഈ ബ്ലൗസ് വർത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക.
ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന ബ്ലൗസ് വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. അത് ഇങ്ങനത്തെ പ്രിന്റ് വരുന്ന ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള വർക്ക് വരുന്ന ഒരു ബ്ലൗസ് ആണ്. ഇത് മറ്റേ ഗോട്ടാപ്പട്ടി വർക്ക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് പാഡ് അറ്റാച്ച്ഡ് ആണ്. ഇത് മറ്റേ സ്റ്റുഡിയോ ശൃംഗാർ എന്ന ബ്രാൻഡിലെ അവരുടെ ബ്ലൗസ് ആണ് കേട്ടോ. എൽബോ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ അറ്റത്തും ഇങ്ങനത്തെ ഈ ഗോട്ടാപ്പട്ടി വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലൗസ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇതും പ്രിൻസസ് കട്ട് പോലത്തെ പ്രിൻസസ് കട്ട് ആണ് ഈ ഒരു ബ്ലൗസിന്റെ വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് സ്കേർട്ടും ബ്ലൗസിന്റെ കൂടെ നമുക്ക് ഇത് പെയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ നമുക്ക് വീനെക്കാണ്, ഡീപ്പ് വീനെക്കാണ് വരുന്നത്. ഒത്തിരി ഡീപ്പ് അല്ല, എന്നാലും വീനെക്കാണ് വരുന്നത്. ആൻഡ് ബാക്കിൽ ചെറുതായിട്ട് ഇറങ്ങിയ റൗണ്ട് നെക്ക് മാതിരി ബാക്ക് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. പാറ്റേൺ വൈസ് അടിപൊളിയാണ്, കുറച്ച് യുണീക്ക് ആണ്, എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഈവൻ നമുക്ക് ഈ റോസ് ഗോൾഡ് സെറ്റ് മുണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ റോസ് ഗോൾഡ് സാരീസ് ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആണല്ലോ കുറച്ച് നാളായിട്ട്. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നമ്മൾ ഇത് പെയർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു കിടിലൻ ബ്ലൗസ് ആണ് കേട്ടോ. ഒരേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പിന്റെ പ്ലേസ്മെന്റ് കുറച്ചൊരു ഇച്ചിരി മേലെ പോലെ തോന്നി. മേ ബി ഞാൻ കുറച്ച് ബസ്റ്റ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നത്. അപ്പൊ എനിക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്റെ ഒരു ഈ ലെവലിനേക്കാളും കുറച്ച് മേലെ നിൽക്കണ മാതിരിയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഓവറോൾ ഈ പ്രൊഡക്റ്റ് ഭയങ്കര നല്ല പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഇതുപോലെ തന്നെ എനിക്ക് ഒരു 1/2 ഇഞ്ച് കഷ്ടി എനിക്ക് ഇതിനും ഓൾട്ടർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതും 36 ആണ് എടുത്തത്. ഇതിന്റെ ബാക്ക് സൈസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും എനിക്ക് ടൈറ്റ് ആയി പോകും. സോ ഇത് തന്നെ എടുത്തിട്ട് എനിക്ക് ഇത്തിരി ഒരു ഓൾട്ടർ ചെയ്താൽ മതി. മെറ്റീരിയൽ ഓൾസോ ഭയങ്കര നല്ലതാണ്. സ്റ്റുഡിയോ ശൃംഗാർ എന്ന ബ്രാൻഡ് തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആണ് ആമസോണിലെ ബ്ലൗസിന്റെ കാര്യത്തിൽ. ഞാൻ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് 798 rupees ആയിരുന്നു ഈ ഒരു ബ്ലൗസിനും. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. നന്നായിട്ടുണ്ട്. ഓഫ് വൈറ്റ് സ്കേർട്ടിന്റെ കൂടി ഇട്ടാലും ഗ്രീൻ സ്കേർട്ടിന്റെ കൂടി ഇട്ടാലും ഇത് നമുക്ക് സ്കേർട്ടും ബ്ലൗസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അടിപൊളി ബ്ലൗസ് ആണ്, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട്. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അംബറിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു സിൽക്ക് ബ്ലൗസ് ആണ് കേട്ടോ. ഈ ബ്ലൗസ് വന്നിട്ട് ഒന്നതിന്റെ കളർ ഭയങ്കര ബ്രില്യന്റ് കളർ, ബ്യൂട്ടിഫുൾ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ് ഇത് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഡീപ്പ് വി ആണ് കേട്ടോ. നല്ലോണം നമ്മൾ ഡീപ്പ് വി ആണ്. ആൻഡ് ഓൾസോ ബാക്ക് ഓപ്പൺ ആണ്. ബാക്കിലും വി തന്നെയാണ്. ആൻഡ് ഓൾസോ ടൈയും കൂടി വരുന്നുണ്ട്. ഈ ബ്ലൗസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അഫോർഡബിലിറ്റി ആണ്. ആകെ 599 rupees ഉള്ളൂ ഈ ഒരു ബ്ലൗസിന്. ആൻഡ് ഓൾസോ ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. കംഫർട്ടബിൾ ആണ്. ആകെ എനിക്ക് ഇട്ടിട്ട് ഞാൻ സെയിം 36 തന്നെയാണ് സൈസ് എടുത്തത്. എനിക്ക് ജസ്റ്റ് ഈ അണ്ടർ ആംസിന്റെ അവിടെ മാത്രമേ കുറച്ച് ലൂസ് ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് പക്ക ഫിറ്റ് ആണ് കേട്ടോ. കപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. ഇതിന്റെ വർക്ക് ഭയങ്കര രസം. മോർ ദാൻ ദാറ്റ് ഇതിന് കുറേ കളേഴ്സ് ഉണ്ട്. ഓക്കെ, എത്ര കളേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, ഇത് ഓൾറെഡി ഒരു പേർപ്പിളിഷ് കളറാണ്, പേർപ്പിൾ കളറാണ്. റെഡ് ഉണ്ട്, യെല്ലോ, ഐ മീൻ ഗോൾഡൻ യെല്ലോ ഉണ്ട്, പിന്നെ മെറൂൺ ഉണ്ട്, പീച്ച് ഉണ്ട്, ലൈറ്റ് ഡാർക്ക് ഗ്രീൻ ഉണ്ട്, പ്രോപ്പർ ഓറഞ്ച് ഉണ്ട്, പിന്നെ ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, കോഫി കളർ ഉണ്ട്. അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉള്ള ഒരു പ്രിറ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്ലൗസ് ആണ്. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ പോലത്തെ കുറച്ച് ബസ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഇത് സ്കേർട്ടിന്റെ കൂടെ ഇടാൻ പറ്റത്തില്ല, ഇത് സാരിയുടെ കൂടെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് തോന്നുന്നു ഈ കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബ്രൈറ്റ് ആൻഡ് നന്നായിട്ട് എടുത്ത് നിൽക്കുന്ന കളറാണ്. നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഒരു കളർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ ഓണത്തിന് ഭയങ്കര പെർഫെക്റ്റ് ആണ്. ആൻഡ് ഓൾസോ സ്ലീവ്ലെസ് അല്ല ഈ ബ്ലൗസ്, നമുക്ക് അകത്ത് സ്ലീവ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുന്നുള്ളതുള്ളൂ. സ്ലീവിന്റെ അറ്റത്ത് വേണ്ട ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഈ കളർ കോംപ്ലിമെന്റ് ചെയ്യണ മാതിരി തോന്നി. അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി കൂടുതൽ ഇഷ്ടമായി ഈ ബ്ലൗസ്. ഓവറോൾ ഇതിന്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഇതിന്റെ വർക്കും മൊത്തം റേറ്റ് വൈസ് ആണെങ്കിലും ഒക്കെ ഇത് ഭയങ്കര അഫോർഡബിളും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് വെൽവെറ്റ് സ്ട്രെച്ചി കൈൻഡ് ഓഫ് ബ്ലൗസ് ആണ്. ലാസ്റ്റ് നമ്മുടെ ഓണം സീരീസ്, ലാസ്റ്റ് ഇയർത്തെ ഓണം സീരീസിൽ ഞാൻ സ്ട്രെച്ചി ബ്ലൗസ് കാണിച്ചിട്ട് എനിക്ക് അതിനകത്ത് കുറേ ആൾക്കാർ, ഒത്തിരി പേര് എനിക്ക് നല്ല റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് പറഞ്ഞു, ഒത്തിരി പേര് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി, നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രാവശ്യം ഞാൻ വീണ്ടും ഒരു സ്ട്രെച്ചി ആയിട്ടുള്ള ബ്ലൗസ് ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഇത് ബ്രാൻഡിന്റെ പേര് വന്നിട്ട് എന്നിട്ടാണ് PU ഫാഷൻ സ്റ്റോർ എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഈ ബ്ലൗസ് വന്നിട്ട് ഇതാണ് വെൽവെറ്റ് സ്ട്രെച്ചി ബ്ലൗസ് ആണ്. അത്യാവശ്യം നല്ല ബ്ലൗസ് ആണ്. ഇതിനകത്ത് നിറച്ച് എംബ്രോയിഡറി വർക്ക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. എൽബോ സ്ലീവ് ആണ് വരുന്നത്. സ്ട്രെച്ചി ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ അധികം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇതിനകത്ത് നമുക്ക് ഇതൊന്നുമില്ല, ഓപ്പണിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ടീഷർട്ടൊക്കെ ഇടുന്ന മാതിരി തലയിൽ കൂടി വലിച്ചിടാൻ വേണ്ടി പറ്റിയ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾസോ ഇതിന് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതിനാകെ 449 rupees
റുപ്പീസ് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ഹെൽ ലോട്ട് ഓഫ് കളേഴ്സ് ഉണ്ട്. അതായത് ഡാർക്ക് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, കോഫി കളർ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ വേറെ എന്തൊരു കളർ ഉണ്ട്, എന്തൊക്കെയൊക്കെ കളേഴ്സ് ഉണ്ട്. ഒരു എക്സ്ട്രാ ഒരു കളേഴ്സും കൂടെ ഉണ്ട്. അങ്ങനെ നല്ലോണം കളർ ഓപ്ഷൻസ് ഉള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റി നല്ല ബ്ലൗസ് ആണ്, അഫോർഡബിൾ ആണ്. അതാണ് ഏറ്റവും വലിയ സംഭവം. ആൻഡ് ഈ പ്രിന്റ്, ഈ ഒരു എന്താ പറയുക, എംബ്രോയിഡറി വർക്ക് ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. ഭയങ്കര ഓവർ ആയിട്ടുള്ള വർക്ക് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ഗുഡ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കേർട്ടിന്റെ ബ്ലൗസ് മാതിരി ഇടാം. മറ്റേത് ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ച ബ്ലൗസ്, അത് നമുക്ക് സ്കേർട്ടിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനത്തെ ഈ സ്ട്രെച്ചി ബ്ലൗസിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ നമുക്ക് കുറച്ച് നോർമൽ ബ്ലൗസിനേക്കാളും കുറച്ചുകൂടി നീളം കൂടുതലായിരിക്കും കേട്ടോ. എനിക്ക് കുറച്ച് നീളം കൂടുതലുള്ള ബ്ലൗസസ് ആണ് ഇഷ്ടം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ബ്ലൗസ് കൊടുക്കുമ്പോഴത്തേക്കും ഇവരുടെ ആൾക്കാർ പറയും, ഈ ബ്ലൗസ് നീളം കൂടുതലാണ്, ഇത് ലെഹങ്ക ബ്ലൗസ് ആണെന്ന് പറയും. പക്ഷെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആവുന്നത് ബ്ലൗസിന് കുറച്ച് നീളം കൂടുമ്പോഴാണ്. ഇങ്ങനെ നമ്മളുടെ ബ്രായിന്റെ ആ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ബ്ലൗസ് എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് കുറച്ചും കൂടി 2-3 ഇഞ്ചസും കൂടി എക്സ്ട്രാ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ബ്ലൗസസ് ആണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഈ ബ്ലൗസിന്, ഈ ഒരു സ്ട്രെച്ചി കൈൻഡ് ഓഫ് ബ്ലൗസിനൊക്കെ നല്ല ലെങ്ത് കൂടിയുണ്ട്, വിച്ച് ഇസ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് റെഡിമെയ്ഡ് ബ്ലൗസസ് വാങ്ങുമ്പോൾ ആ ഒരു ഫിറ്റിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഈ സ്ട്രെച്ചി ബ്ലൗസസ്. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കോട്ടൺ ബ്ലൗസ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് സിൽവർ ആയിട്ടുള്ള സിമ്പിൾ കര, അല്ലെങ്കിൽ സിൽവർ ഗോൾഡൻ ആയിട്ടുള്ള സിമ്പിൾ കരയുള്ള സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാം. ഓഫ് വൈറ്റ് സ്കേർട്ടിന്റെ കൂടെ നിങ്ങൾക്ക് സ്കേർട്ടും ബ്ലൗസുമായിട്ട് പെയർ ചെയ്യാം. ആൻഡ് ഓൾസോ കളേർഡ് കരയുള്ള സെറ്റ് മുന്നിന്റെ കൂടെ സെറ്റ് സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു കോട്ടൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണത്. ഇത് വരുന്നത് ബാക്ക് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഹോൾ മാതിരത്തെ ഒരു പാറ്റേൺ ഉണ്ട്. ആൻഡ് ഓൾസോ അടിയിൽ ഹുക്സ് ആണ് വരുന്നത്. നോ പാഡ്, നത്തിങ്. എനിക്ക് പ്രിന്റ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ എനിക്ക് ഇത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഫ്രണ്ടില് വീനക്കാണ് വരുന്നത്. ആൻഡ് ഓൾസോ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ്. സ്ലീവും എല്ലാം നല്ല എൽബോ സ്ലീവ് ആണ്. നല്ല രസമുള്ള ഒരു ഭയങ്കര കംഫർട്ടബിൾ. ഈ മെറ്റീരിയൽ എനിക്കൊണ്ട് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കുക. സ്റ്റുഡിയോ ശൃംഗാർ ബ്രാൻഡിന്റെ ആണത്. ഭയങ്കര നല്ല മെറ്റീരിയൽ ആണ്. നമ്മൾ ഈ ഒരു ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടതായിട്ട് പോലും തോന്നത്തില്ല, അത്ര കംഫർട്ടബിൾ ആണ് ഈ ഒരു ബ്ലൗസ്. സോ കംഫർട്ടബിൾ. ഞാൻ അമ്മയടുത്ത് പറഞ്ഞത്, നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നു, പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു, അപ്പൊ തന്നെ കുറച്ച് കാശ് ആവൂല എങ്ങനെന്നാലും. പക്ഷെ ഇത് ഭയങ്കര ബാക്കൊക്കെ പാറ്റേൺഡ് ആയിട്ട് നല്ല എന്താ പറയാ, വെൽ സ്റ്റിച്ച്ഡ് ആൻഡ് നല്ല സൈസ്. എനിക്ക് ഇതിന്റെ സൈസും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ സൈസും ഒക്കെ ആയിട്ട് കിടിലനായിട്ടാണ് ഈ ഒരു സ്റ്റുഡിയോ ശൃംഗാറിന്റെ ഈ ഒരു ബ്ലൗസ് വന്നേക്കുന്നത്. ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാഷ്വൽ ആയിട്ട് നമുക്ക് സാരി സ്റ്റൈൽ ചെയ്യാനും, സെറ്റ് സാരി സ്റ്റൈൽ ചെയ്യാനും, സ്കേർട്ട് സ്റ്റൈൽ ചെയ്യാനും ഒക്കെ ഈ ഒരു ബ്ലൗസ് മസ്റ്റ് ഹാവ് ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്കൊന്നും ഇതിന് വേറെ പ്രിന്റുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വേറെ കളേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് മെറൂണിന്റെ പ്രിന്റ് ആണ്. ബ്ലാക്ക് ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ട്, ഇതിപ്പോ മെറൂൺ അല്ലേ, അപ്പൊ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്. പ്ലീസ് ചെക്ക് ദിസ് ഇസ് എ വെരി കംഫർട്ടബിൾ, ഈസി ബ്രീസി ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. ആൻഡ് താങ്ക് മീ ലേറ്റർ. നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന ബ്ലൗസും ഇക്കത്ത് പ്രിന്റിന്റെ ഒരു ബ്ലൗസ് ആണ് കേട്ടോ. ഞാൻ പറയുന്നത് കാഷ്വൽ ബ്ലൗസസും ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ സെറ്റ് സാരിയുടെയും സെറ്റ് മുണ്ടിന്റെ ഒക്കെ കൂടി മാച്ച് ആയി പോകുന്നത്, അതിന്റെ ഓൾസോ സ്കേർട്ടിന്റെ കൂടെ മാച്ച് ആയി പോകുന്നത്. അപ്പോൾ ഇത് ഇക്കത്ത് പ്രിന്റ് വരുന്ന ഒരു കോട്ടൺ ബ്ലൗസ് ആണ്. ഇതിന് 3/4 സ്ലീവ് ആണ് കേട്ടോ. ഇത് എൽബോ സ്ലീവ് അല്ല, 3/4 സ്ലീവ് ആണ്. ഇത് ഭയങ്കര ഇങ്ങനെ ഒരു വുഡൻ ബട്ടൺസ് ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഭയങ്കര നല്ല ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര ഈസി ബ്രീസി സ്റ്റൈലിംഗ് ആണ് ഇഷ്ടമെങ്കിൽ, വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലൗസസ് ഒക്കെ എന്തായാലും വാങ്ങിച്ചേ പറ്റുള്ളൂ. അത്രയും നല്ലതാണ്. എനിക്ക് ഇതിന്റെ ഫിറ്റിംഗും ഭയങ്കര ഇഷ്ടമാണ്. ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഇപ്പൊ നേരത്തെ കാണിച്ച ആ ഒരു ബ്ലൗസ് ഉണ്ട്, നേരത്തെ കാണിച്ച ബ്ലൗസിന്റെ അത്ര നീളമില്ല, ഒരു ഇച്ചിരി നീളക്കുറവ്. എനിക്കൊരു 1 ഇഞ്ചും കൂടി ഉണ്ടെങ്കിൽ എന്റെ പ്രിഫറൻസിന് കറക്റ്റ് ആയനെ. അല്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ലെവലിൽ ബ്ലൗസ് നിൽക്കുന്ന ഇഷ്ടവും കുഴപ്പമില്ല, മീൻസ് ഇഷ്ടക്കുറവില്ലാത്ത ആൾക്കാർക്ക് ഇറ്റ് വിൽ ബി ഫൈൻ. പക്ഷെ എനിക്ക് ഈ ഒരു ബ്ലൗസ് കുറച്ചും കൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോയി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. നിങ്ങൾക്ക് ഇക്കത്ത് പ്രിന്റിന്റെ സാരീസിന്റെ കൂടെയോ, അല്ലെങ്കിൽ സെറ്റ് ഞാൻ പറയുന്നത് ബ്ലൂ പ്രിന്റിന്റെ സെറ്റ് സാരിയുടെ കൂടെ, അല്ലെങ്കിൽ പ്ലെയിൻ അങ്ങനെ വർക്കുകളൊന്നും ഇല്ലാത്ത സിൽവർ സെറ്റ് സാരിയുടെ കൂടെ, അല്ലെങ്കിൽ ഗോൾഡൻ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണിത്. കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങറ്റം കംഫർട്ടബിൾ. നമ്മുടെ നാട്ടിലൊക്കെ ചൂടിനൊക്കെ ഇത് ബെസ്റ്റ് ആണെന്നുള്ളതാണ് സത്യം. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. 649 റുപ്പീസ് ഉള്ളൂ. നല്ല ബ്ലൗസ് ആണ്. സ്റ്റുഡിയോ ശൃംഗാർ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ നല്ലൊരു ബ്രാൻഡും കൂടിയാണ് ബ്ലൗസിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും. സോ പ്ലീസ് ചെക്ക് ദിസ് ഔട്ട്.
ഇനി ലാസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്ന 7ാമത്തെ ബ്ലൗസ് എന്നിട്ട് വീണ്ടും സ്റ്റുഡിയോ ശൃംഗാറിന്റെ തന്നെ ഒരു ബ്ലൗസ് ആണ് കേട്ടോ. ഈ ഒരു ബ്ലൗസ് ഞാനിപ്പോ ചൂസ് ചെയ്യാൻ വേണ്ടി കാരണം പല റീസൺസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഒരു ഫെസ്റ്റീവ് ലുക്ക് തരുന്ന ബ്ലൗസ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ദിസ് ബ്ലൗസ് സോ കംഫർട്ടബിൾ ആൻഡ് ഓൾസോ ഇത് നമുക്ക് കളേർഡ് സെറ്റുമുണ്ട് കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. കളേർഡിന്റെ കൂടെ അടിപൊളിയായിരിക്കും. ഇപ്പൊ പിങ്ക് സെറ്റുമുണ്ട് അല്ലെങ്കിൽ ഈ കളർ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീനോ വൈറ്റ് യെല്ലോ സെറ്റുമുണ്ടിന്റെ കൂടെയൊക്കെ ഈ ബ്ലൗസ് സ്റ്റൈൽ ചെയ്താൽ ഭയങ്കര രസം ഉണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്ക് തരും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പക്ഷെ എന്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ ഇത് എന്തായിരിക്കും ഇത് സ്റ്റൈൽ ചെയ്ത് ശരിയാവോ എന്ന് ഓർത്തു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് കളേർഡ് സെറ്റും കൊണ്ട് ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ ആണ് ഡിഫറെന്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഇത് ചില ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ കളേർഡ് സെറ്റുമിന്റെ കൂടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൗസ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് ആൻഡ് ഇറ്റ്സ് വെരി നൈസ് കേട്ടോ. ഇതിന്റെ ബാക്കും നമ്മൾ നേരത്തെ കണ്ട ബ്ലൗസിനെ പോലത്തെ ഇങ്ങനെ ഹോൾസ് ഒരു കുഞ്ഞ് എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഓഫ് ഒരു ഹോൾ വരുന്ന ഒരു പാറ്റേൺ ആണ്. കംഫർട്ടബിൾ ആണ്, നല്ല എന്താ സ്റ്റിച്ചിങ് ആണ്, നല്ല ആവശ്യത്തിന് നീളമുണ്ട് ബ്ലൗസിന്. ഭയങ്കര ഭംഗിയുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ബ്ലൗസ് ആണ്. ഈ ബ്ലൗസ് ഞാൻ വാങ്ങിക്കുമ്പോൾ 704 rupees ആണ് ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. സ്റ്റുഡിയോ ശൃംഗാർ തന്നെയാണ് ഇതിന്റെയും ബ്രാൻഡ്. അപ്പൊ അതോടെ നമ്മളുടെ എന്താ പറയാ ബ്ലൗസിന്റെ ഹോള് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആമസോൺ ബ്ലൗസ് ഫൈൻസ് ഫോർ ഓണം 2024. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ ബ്ലൗസിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഈ ഫസ്റ്റ് വീഡിയോ തന്നെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഈ ആമസോൺ ഫൈൻഡ് ബ്ലൗസസിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്ലൗസസ് ആണ് ഞാൻ കാണിച്ചതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നുള്ളതെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാൻ വേണ്ടി മറന്നുകൊണ്ട്. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യം. എന്നാലും നമുക്ക് ഇനി അങ്ങോട്ട് നല്ല നല്ല കോണ്ടന്റ്സ് ഉണ്ടാക്കാനും ഓണം സീരീസ് ഭയങ്കര എന്താ പറയുക നിങ്ങളുടെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയാവുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഓണം സീരീസിലെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നുകൊണ്ട്. ബിക്കോസ് അവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നതിന് പകരം ബ്ലൗസ് ഓൺലൈനിൽ വാങ്ങിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നുകൊണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. ആൻഡ് ഓൾസോ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ബ്ലഷ് വിത്ത് ആഷ് തന്നെയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം. ബിക്കോസ് നമുക്ക് 10 ദിവസം അടുപ്പിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓണം വീഡിയോസ് ആണുള്ളത്. അപ്പൊ നാളെ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.